Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. മൈ നെയിംസ് ഡാനിയൽ. എൻ്റെ പേര് ഡാനിയൽ എന്നാണ്. ഐ ആം 32 years ഓൾഡ്. എനിക്ക് 32 വയസ്സുണ്ട്. ആൻഡ് ഐ വർക്ക്ഡ് ആസ് എ ട്രക്ക് ഡ്രൈവർ. ഞാൻ ഒരു ട്രക്ക് ഡ്രൈവറായി ജോലി ചെയ്തിരുന്നു. ലൈഫ് വാസ് നെവർ ഈസി ഫോർ മീ. ജീവിതം ഒരിക്കലും എനിക്ക് എളുപ്പമായിരുന്നില്ല. ബട്ട് എന്നാൽ ഐ ഓൾവേസ് ബിലീവ്ഡ്, ഞാൻ എപ്പോഴും വിശ്വസിച്ചിരുന്നു ദാറ്റ് ഹാർഡ് വർക്ക് കുഡ്, കഠിനാധ്വാനത്തിന് സാധിക്കും, ബിൽഡ് എ ഹാപ്പി ഫ്യൂച്ചർ. ഹാപ്പി ഫ്യൂച്ചർ എന്നാൽ ഒരു സന്തോഷകരമായ ഭാവി ജീവിതം. കഠിനാധ്വാനത്തിന് ഒരു സന്തോഷകരമായ ഭാവി കെട്ടിപ്പടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ എപ്പോഴും വിശ്വസിച്ചിരുന്നു. മൈ വൈഫ്, എൻ്റെ ഭാര്യ സോഫിയ, ആൻഡ് ഐ, ഞാനും എൻ്റെ ഭാര്യയായിട്ടുള്ള സോഫിയയും ഹാഡ് ബീൻ മാരീഡ് ഫോർ 5 years. ഞാനും എൻ്റെ ഭാര്യ സോഫിയയും 5 വർഷത്തോളമായി വിവാഹിതരായിരുന്നു. വി വേർ നോട്ട് റിച്ച്, ഞങ്ങൾ ധനികരായിരുന്നില്ല. പക്ഷേ വി ലവ്ഡ് ഈച്ച് അതർ ഡീപ്ലി. ഞങ്ങൾ ഡീപ്ലി എന്നാൽ അഗാധമായി, ഞങ്ങൾ അഗാധമായി പരസ്പരം സ്നേഹിച്ചിരുന്നു. എവറി മോർണിംഗ്, എല്ലാ രാവിലെയും ഷീ സ്മൈൽഡ്, അവൾ പുഞ്ചിരിക്കുന്നു. പാക്ക് മൈ ലഞ്ച്, എൻ്റെ ഉച്ചഭക്ഷണം പാക്ക് ചെയ്യുന്നു. ആൻഡ് ടോൾഡ് മീ, എന്നോട് പറഞ്ഞു, പുഞ്ചിരിച്ചുകൊണ്ട് എൻ്റെ ഭക്ഷണം പാക്ക് ചെയ്തുകൊണ്ട് എന്നോട് പറഞ്ഞു, കം ഹോം സേഫ്ലി, സുരക്ഷിതമായി വീട്ടിലെത്തുക. ദോസ് സിമ്പിൾ വേർഡ്സ്, ആ ലളിതമായിട്ടുള്ള വാക്കുകൾ, ഗെവ് മീ, എനിക്ക് നൽകുന്നു, ദ സ്ട്രെങ്ത് ടു വർക്ക്, ജോലി ചെയ്യാനുള്ള ബലം, കരുത്ത് എനിക്ക് നൽകുന്നു. ലോങ് അവേഴ്സ്, നീണ്ട മണിക്കൂറുകളോളം. എവറി ഡേ, എല്ലാ ദിവസവും. എല്ലാ ദിവസവും അതിരാവിലെ അവൾ പുഞ്ചിരിച്ചുകൊണ്ട് എനിക്ക് ഉച്ചഭക്ഷണം ഒരുക്കിത്തരുന്നു. സുരക്ഷിതമായി വീട്ടിലേക്ക് തിരികെ വരണമെന്ന് അവൾ പറയുമായിരുന്നു. ആ ലളിതമായിട്ടുള്ള വാക്കുകളാണ് എല്ലാ ദിവസവും മണിക്കൂറുകളോളം കഠിനമായി ജോലി ചെയ്യാനുള്ള ശക്തി എനിക്ക് നൽകിയത്. ഐ ട്രസ്റ്റഡ് ഹർ, ഞാൻ അവളെ വിശ്വസിച്ചിരുന്നു. മോർ ദാൻ എനിവൺ എൽസ്, മറ്റൊന്നിനെക്കാട്ടിലും ഉപരി ഞാൻ അവളെ വിശ്വസിച്ചിരുന്നു. ഇൻ ദ വേൾഡ്, ലോകത്ത് മറ്റെന്തിനെക്കാട്ടിലും ഉപരി ഞാൻ അവളെ വിശ്വസിച്ചിരുന്നു. ഐ നെവർ ഇമാജിൻ ദാറ്റ്, ഞാൻ ഒരിക്കലും സങ്കല്പിച്ചിട്ടുണ്ടായിരുന്നില്ല ദാറ്റ് വൺ ഓർഡിനറി ആഫ്റ്റർനൂൺ വുഡ് കംപ്ലീറ്റ്ലി ചേഞ്ച് മൈ ലൈഫ്. കംപ്ലീറ്റ്ലി എന്നാൽ മുഴുവനായും. ഒരു സാധാരണ ഉച്ചതിരിഞ്ഞ് എൻ്റെ ജീവിതം പൂർണ്ണമായും മാറിമറിയുമെന്ന് ഞാൻ ഒരിക്കലും സങ്കല്പിച്ചിരുന്നില്ല. ഇറ്റ് വാസ് എ റെയിനി മൺഡേ, അതൊരു മഴ പെയ്യുന്ന തിങ്കളാഴ്ച ദിവസമായിരുന്നു. മഴയുള്ള തിങ്കളാഴ്ച ദിവസമായിരുന്നു. വെൻ, ആ സമയത്ത് മൈ ബോസ്, എൻ്റെ മുതലാളി, സഡൻലി, പെട്ടെന്ന് കോൾഡ് ആൻഡ് ടോൾഡ് മീ, വിളിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, മൈ ഡെലിവറി ഹാസ് ബീൻ ക്യാൻസിൽഡ്, എൻ്റെ ഡെലിവറി ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, റദ്ദ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഓഫ് ബാഡ് വെതർ. ബാഡ് വെതർ എന്നാൽ മോശം കാലാവസ്ഥ. മുതലാളി എനിക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞു, മോശം കാലാവസ്ഥ കാരണം ഡെലിവറി റദ്ദ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഓൾമോസ്റ്റ് നെവർ ഹാപ്പൻഡ്, ഇങ്ങനെ സംഭവിക്കുന്നത് വളരെ അപൂർവമായിരുന്നു. ഇൻസ്റ്റെഡ് ഓഫ് ഫീലിംഗ് ഡിസപ്പോയിൻറ്റഡ്, ഇൻസ്റ്റെഡ് ഓഫ് എന്നാൽ പകരമായി, ഇൻസ്റ്റെഡ് ഓഫ് ഫീലിംഗ് ഡിസപ്പോയിൻറ്റഡ്, നിരാശപ്പെടുന്നതിന് പകരം ഐ ബിക്കെയിം എക്സൈറ്റഡ് ബിക്കോസ് ഐ കുഡ് ഫൈനലി സർപ്രൈസ് മൈ വൈഫ് ബൈ കമ്മിങ് ഹോം ഏർലി. ഒടുവിൽ നേരത്തെ വീട്ടിലെത്തി എൻ്റെ ഭാര്യയ്ക്ക് ഒരു സർപ്രൈസ് നൽകാൻ കഴിയുമെന്ന ചിന്ത എനിക്ക് വലിയ സന്തോഷം നൽകി. ഫൈനലി എന്നാൽ ഒടുവിൽ, ബിക്കോസ് എന്നാൽ കാരണം. ഓൺ മൈ വേ ഹോം, എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് വച്ച് ഞാൻ വാങ്ങിച്ചു. ഐ ബോട്ട് ഹർ ഫേവററ്റ് ചോക്ലേറ്റ് കേക്ക്, അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് കേക്ക് ഞാൻ വാങ്ങിച്ചു. ഫ്രഷ് ഫ്ലവേഴ്സ്, പുതുമയുള്ള പുഷ്പങ്ങളും അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് കേക്കും ഞാൻ വാങ്ങിച്ചു. പോകുന്ന വഴിക്ക് വെച്ച് ഞാൻ വാങ്ങിച്ചു. ആൻഡ്, കൂടാതെ എ സ്മോൾ സിൽവർ നെക്ലസ് എന്നാൽ കണ്ടാഭരണം. കൂടാതെ ഒരു സിൽവർ നെക്ലസും ഞാൻ വാങ്ങിച്ചു. ദാറ്റ്, അത് ഐ ഹാഡ് സീക്രറ്റ്ലി സേവ്ഡ് മണി ടു ബൈ എന്നാൽ വാങ്ങിക്കാൻ, സീക്രറ്റ്ലി സേവ്ഡ് എന്നാൽ ഐ ഹാഡ് സീക്രറ്റ്ലി സേവ്ഡ്, ഞാൻ രഹസ്യമായി സ്വരൂപിച്ച പണം. കൂടാതെ ആരും അറിയാതെ കുറച്ചു കാലമായി
പണം സ്വരൂപിച്ച് ഞാൻ വാങ്ങാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ചെറിയ വെള്ളിമാല അത് ഞാൻ വാങ്ങിച്ചു. ഐ കുഡിൻറ്റ് എനിക്ക് സാധിച്ചില്ല. ഐ കുഡിൻറ്റ് സ്റ്റോപ്പ് സ്മൈലിംഗ് എനിക്ക് പുഞ്ചിരി നിർത്താൻ സാധിച്ചില്ല. ആസ് ആ സമയത്ത് ആസ് ഐ ഇമാജിൻ ഹെർ ഹാപ്പി ഫേസ് അവളുടെ സന്തോഷകരമായ മുഖം മനസ്സിൽ ഞാൻ സങ്കല്പിച്ചപ്പോൾ ആ സമയത്ത് എനിക്ക് എൻ്റെ പുഞ്ചിരി നിർത്താൻ സാധിച്ചില്ല. ആസ് ഐ ഇമാജിൻഡ് എന്നാൽ ഞാൻ സങ്കല്പിച്ച സമയത്ത്, ഹെർ ഹാപ്പി ഫേസ് അവളുടെ സന്തോഷമായ മുഖം. ബട്ട് ദ മൊമെൻറ്റ് ഐ റീച്ച്ഡ് അവർ ഹൗസ് എന്നാൽ ഞാൻ ഞങ്ങളുടെ വീട്ടിലെത്തിയ സമയത്ത്, മൊമെൻ്റ് എന്നാൽ നിമിഷം, ആ നിമിഷം വീട്ടിലെത്തിയ ആ നിമിഷം സംതിങ് ഫെൽറ്റ് സ്ട്രേഞ്ച്. സംതിങ് എന്നാൽ എന്തോ ഒന്ന്, ഫെൽറ്റ് എന്നാൽ തോന്നി, സ്ട്രേഞ്ച് എന്നാൽ അസ്വാഭാവികമായ, എന്തോ ഒന്ന് അസ്വാഭാവികമായതായിട്ട് തോന്നി. ദ ഫ്രണ്ട് ഡോർ വാസ് സ്ലൈറ്റ്ലി ഓപ്പൺ. സ്ലൈറ്റ്ലി എന്നാൽ അല്പമാത്രമായി. മുൻവാതിൽ അല്പമായി തുറക്കപ്പെട്ട നിലയിൽ കാണപ്പെട്ടു. ഈവൻ ദോ സോഫിയ ഓൾവേസ് ലോക്ക്ഡ് ഇറ്റ്. സോഫിയ എപ്പോഴും മുൻവാതിൽ പൂട്ടാറുണ്ടായിരുന്നു. എന്നാൽ അന്ന് അത് അല്പം തുറന്നു കിടക്കുകയായിരുന്നു. മൈ ഹാർട്ട് ബിഗാൻ ടു ബീറ്റ് ഫാസ്റ്റർ. എൻ്റെ ഹൃദയം വേഗത്തിൽ ഇടിക്കാൻ തുടങ്ങി. ബിഗാൻ എന്നാൽ തുടങ്ങി. ഐ ക്വയറ്റ്ലി സ്റ്റെപ്ഡ് ഇൻസൈഡ്. ഞാൻ നിശബ്ദമായിക്കൊണ്ട് അകത്തേക്ക് കാൽ വച്ചു. ആൻഡ് ഹേർഡ് എന്നാൽ കേട്ടു, ഹിയർ എന്നാൽ കേൾക്കുക, അതിൻ്റെ പാസ്റ്റാണ് ഹേർഡ്, കേട്ടു. സോഫ്റ്റ് വോയിസസ് മൃദുലമായ ശബ്ദങ്ങൾ ഞാൻ കേട്ടു. കമ്മിങ് ഫ്രം ദ ലിവിങ് റൂം സ്വീകരണ മുറിയിൽ നിന്നും വളരെ സോഫ്റ്റായിട്ടുള്ള മൃദുലമായിട്ടുള്ള ശബ്ദങ്ങൾ വരുന്നത് ഞാൻ കേട്ടു. അറ്റ് ഫേസ്റ്റ് ആദ്യം, ഐ തോട്ട് ഞാൻ കരുതി, എ നെയ്ബർ ഒരു അയൽവാസി, എ നെയ്ബർ ഹാഡ് കം ടു വിസിറ്റ് ഒരു അയൽവാസി സന്ദർശിക്കാൻ വന്നതായിരിക്കാം എന്ന് ഞാൻ ആദ്യം കരുതി. ബട്ട് എന്നാൽ ആസ് ഐ വോക്ക്ഡ് ക്ലോസർ പക്ഷെ ഞാൻ അടുത്തേക്ക് നടന്നു പോയപ്പോൾ ആ സമയത്ത് ഞാൻ കണ്ടു. ഐ സോ സംതിങ് ദാറ്റ് മെയ്ഡ് മൈ എൻറ്റയർ വേൾഡ് സ്റ്റോപ്പ്. എൻ്റെ ലോകം തകർന്നു പോയെന്ന് തോന്നിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. എന്നാൽ ഞാൻ കണ്ടത്, സംതിങ് എന്നാൽ എന്തോ ഒന്ന്, അത്തരത്തിലുള്ള ഒരു കാഴ്ച. ദാറ്റ് മെയ്ഡ് മൈ എൻറ്റയർ വേൾഡ് സ്റ്റോപ്പ്. എൻറ്റയർ വേൾഡ് സ്റ്റോപ്പ് എന്നാൽ ലോകം മുഴുവൻ നിശ്ചലമാകുന്ന എന്നുള്ള അർത്ഥമാണ്. മൈ എൻറ്റയർ വേൾഡ് സ്റ്റോപ്പ് എൻ്റെ ലോകം മുഴുവൻ നിശ്ചലമാകുന്ന. ഇവിടെ അർത്ഥം എൻ്റെ ലോകം തകർന്നു പോകുന്ന, മനസ്സ് തകർന്നു പോകുന്ന, ഇതൊക്കെയാണ് അർത്ഥം. സോഫിയ വാസ് സിറ്റിംഗ് സോഫിയ ഇരിക്കുകയായിരുന്നു. വെരി ക്ലോസ് വളരെ അടുത്തായിട്ട്. ടു അനദർ മാൻ മറ്റൊരു പുരുഷൻ്റെ വളരെ അടുത്തായിട്ട് സോഫിയ ഇരിക്കുകയായിരുന്നു. ദേ വർ ടോക്കിംഗ് ക്വയറ്റ്ലി ആൻഡ് സ്മൈലിംഗ് അവർ പുഞ്ചിരിച്ചുകൊണ്ടും നിശബ്ദമായിക്കൊണ്ടും സംസാരിക്കുകയായിരുന്നു. ദേ വർ ടോക്കിംഗ് എന്നാൽ അവർ സംസാരിക്കുകയായിരുന്നു. ക്വയറ്റ്ലി എന്നാൽ നിശബ്ദമായി, സ്മൈലിംഗ് എന്നാൽ പുഞ്ചിരിച്ചുകൊണ്ട്. ദ ഫ്ലവേഴ്സ് പുഷ്പങ്ങൾ അവൾക്ക് നൽകാൻ വാങ്ങിയിട്ടുണ്ടായിരുന്ന പുഷ്പങ്ങൾ. സ്ലിപ്പ് എന്നാൽ വഴുതുക എന്നുള്ള അർത്ഥം. സ്ലിപ്ഡ് വഴുതി ഫ്രം മൈ ഹാൻഡ്സ് എൻ്റെ കൈകളിൽ നിന്നും അവകൾ വഴുതി. ആൻഡ് ഫെൽ ഓൺ ടു ദ ഫ്ലോർ ഫെൽ എന്നാൽ വീണു. ഫെൽ ഓൺ ടു ദ ഫ്ലോർ അവകൾ തറയിലേക്ക് വീണു. എൻ്റെ കയ്യിൽ നിന്നും വഴുതി ആ പുഷ്പങ്ങൾ തറയിലേക്ക് വീണു. മൈ ഹാർട്ട് ഫെൽറ്റ് എൻ്റെ ഹൃദയത്തിന് അനുഭവപ്പെട്ടു, എൻ്റെ ഹൃദയത്തിന് തോന്നി. ലൈക്ക് എന്നാൽ പോലെ. ഇറ്റ് ഹാഡ് ബീൻ ഷാറ്റേർഡ് ഇൻ ടു 1,000 പീസസ്. ഷാറ്റേർഡ് എന്നാൽ നശിച്ചു പോയ, തകർന്നു പോയ, ഇതൊക്കെയാണ് അർത്ഥം. ഇൻ ടു 1,000 പീസസ് എന്നാൽ ആയിരക്കണക്കിന് കഷ്ണങ്ങളായിട്ട്. എൻ്റെ ഹൃദയം ആയിരക്കണക്കിന് കഷ്ണങ്ങളായി തകർന്നു പോയതുപോലെ എനിക്ക് തോന്നി. ഐ കുഡ് ബെയർലി ബ്രീത്ത് എന്നാൽ ശ്വസിക്കുക. ബെയർലി എന്നാൽ കഷ്ടിച്ച്. എനിക്ക് കഷ്ടിച്ച് മാത്രമേ ശ്വസിക്കാൻ സാധിച്ചുള്ളൂ. എനിക്ക് ശ്വാസം എടുക്കാൻ പോലും പ്രയാസം തോന്നി, ഇതൊക്കെയാണ് അർത്ഥം. ഐ കുഡ് ബെയർലി ബ്രീത്ത്. മൈ മൈൻഡ് വാസ് ഫിൽഡ് എൻ്റെ മനസ്സ് നിറഞ്ഞു. വിത്ത് പെയിൻഫുൾ തോട്ട്സ് വേദനാജനകമായ ചിന്തകൾ കൊണ്ട് എൻ്റെ മനസ്സ് നിറഞ്ഞു. പെയിൻഫുൾ എന്നാൽ വേദനാജനകമായ, തോട്ട്സ് എന്നാൽ ചിന്തകൾ. ഹാഡ് ഷി ബീൻ ലൈയിങ് ടു മീ അവൾ എന്നോട് കളവ് പറയുകയായിരുന്നു. ഹാഡ് ഓൾ മൈ സാക്രിഫൈസസ് മെൻറ്റ് നത്തിങ്. സാക്രിഫൈസസ് എന്നാൽ എൻ്റെ യജ്ഞങ്ങൾ എന്നുള്ള അർത്ഥമാണ്. എൻ്റെ കഠിനമായ പ്രയത്നങ്ങൾ, സമർപ്പണങ്ങൾ, ത്യാഗങ്ങൾ. നത്തിങ് എന്നാൽ ഒന്നുമല്ല. ഞാൻ ചെയ്ത എൻ്റെ എല്ലാ ത്യാഗങ്ങളും വെറുതെയായിരുന്നു. എൻ്റെ എല്ലാ ത്യാഗങ്ങളും അർത്ഥശൂന്യമായിരുന്നു, ഇതൊക്കെയാണ് അർത്ഥം. ദ മാൻ അവിടെ ഉണ്ടായിരുന്ന ആ പുരുഷൻ ക്യുക്ക്ലി പെട്ടെന്ന് സ്റ്റുഡ് അപ്പ് എഴുന്നേറ്റു നിന്നു.
വെൻ ആ സമയത്ത്, വെൻ ഹി സോ മീ അവൻ എന്നെ കണ്ട സമയത്ത് ആ പുരുഷൻ പെട്ടെന്ന് എഴുന്നേറ്റു നിന്നു. സോഫിയ ടേൺഡ് അറൗണ്ട്. സോഫിയ ചുറ്റും നോക്കി. ആൻഡ് ദ സ്മൈൽ ഡിസപ്പിയേർഡ് ഫ്രം ഹെർ ഫേസ്. ഡിസപ്പിയർ എന്നാൽ അപ്രത്യക്ഷമാവുക. ഫ്രം ഹെർ ഫേസ് എന്നാൽ അവളുടെ മുഖത്ത് നിന്നും. അവളുടെ പുഞ്ചിരി അപ്രത്യക്ഷമായി. ഡാനിയൽ, യു ആർ ഹോം ഓൾറെഡി. നീ നിലവിൽ തന്നെ വീട്ടിലെത്തിയോ? ഇപ്പോഴേക്കും നീ വീട്ടിലെത്തിയോ? ഷീ ആസ്ക്ഡ്. അവൾ ചോദിച്ചു ഇൻ എ ട്രംബ്ലിംഗ് വോയിസ്. ട്രംബ്ലിംഗ് വോയിസ് എന്നാൽ വിറക്കുന്ന ശബ്ദം. ഒരു വിറയ്ക്കുന്ന ശബ്ദത്തോടെ അവൾ ചോദിച്ചു, ഡാനിയൽ, നീ വീട്ടിലെത്തിയോ? ഐ ലുക്ക്ഡ് ഇൻ ടു ഹെർ ഐസ് ആൻഡ് റിപ്ലൈഡ്. ഞാൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി മറുപടി പറഞ്ഞു. ഐ ഷുഡ് ബി ആസ്കിങ് യു ദാറ്റ്. ആ ചോദ്യം ഞാൻ നിന്നോടാണ് ചോദിക്കേണ്ടത്. ദ റൂം ബിക്കെയിം സൈലൻറ്റ്. ആ മുറി നിശബ്ദമായി. ഈവൻ ദ സൗണ്ട് ഓഫ് ദ റെയിൻ ഔട്ട്സൈഡ് സീംഡ് ടു ഡിസപ്പിയർ. ഡിസപ്പിയർ എന്നാൽ അപ്രത്യക്ഷമാവുക. സീംഡ് എന്നാൽ കാണപ്പെടുക. ഈവൻ എന്നാൽ പോലും. ദ സൗണ്ട് ഓഫ് ദ റെയിൻ എന്നാൽ മഴയുടെ ശബ്ദം. മുറിയാകെ നിശബ്ദമായി. പുറത്തു പെയ്യുന്ന മഴയുടെ ശബ്ദം പോലും അപ്രത്യക്ഷമായതുപോലെ തോന്നി. സീംഡ് എന്നാൽ ഇവിടെ തോന്നി, കാണപ്പെട്ടു, ഇതൊക്കെയാണ് അർത്ഥം. ദ മാൻ നെർവസ്ലി സെഡ്. നെർവസ്ലി എന്നാൽ ധൈര്യമില്ലാതെ ആ പുരുഷൻ പറഞ്ഞു. ആ മനുഷ്യൻ ഭയപ്പെട്ടുകൊണ്ട് പരിഭ്രമത്തോടെ പറഞ്ഞു, ഒരു പക്ഷേ ഞാൻ പോകുന്നതാണ് നല്ലത്. മേ ബി ഐ ഷുഡ് ലീവ്. ഞാൻ പോകണം, അതാണ് നല്ലത്. ഐ ലുക്ക് ഡയറക്റ്റ്ലി അറ്റ് ഹിം ആൻഡ് സെഡ്. ഞാൻ നേരെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഡയറക്റ്റ്ലി എന്നാൽ നേരിട്ട്, കണ്ണുകളിലേക്ക് എന്നുള്ള അർത്ഥം. ഐ ലുക്ക് ഡയറക്റ്റ്ലി അറ്റ് ഹിം. ഞാൻ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. സെഡ് പറഞ്ഞു, നോ, ഇല്ല. നോബഡി ലീവ്സ്. ഒരാളും പോകുന്നില്ല. അൻറ്റിൽ എന്നാൽ അതുവരെ. അൻറ്റിൽ ഐ നോ ദ ട്രൂത്ത്. സത്യം അറിയുന്നതുവരെ, സത്യം എന്താണെന്ന് മനസ്സിലാക്കുന്നതുവരെ ഇവിടെ നിന്നും ആരും പോകുന്നില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. സോഫിയാസ് ഐസ് ഫിൽഡ് വിത്ത് ടിയേഴ്സ്. സോഫിയയുടെ കണ്ണുകൾ കണ്ണുനീർ കൊണ്ട് നിറഞ്ഞു. ഷീ ബെഗ്ഡ് മീ. അവൾ എന്നോട് യാചിച്ചു. ടു സിറ്റ് ഡൗൺ. അവൾ എന്നോട് ഇരിക്കാൻ യാചിച്ചു, ഇരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ബട്ട് എന്നാൽ ഐ വാസ് ടു ഹേർട്ട് ടു മൂവ്. ഇരിക്കണമെന്ന് അവൾ എന്നോട് യാചിച്ചു, പക്ഷേ എനിക്ക് അത്രയേറെ വേദനയുണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് അനങ്ങാൻ പോലും കഴിഞ്ഞില്ല. മൈ ഹാൻഡ്സ്. എൻ്റെ കൈകൾ. മൈ ഹാൻഡ്സ് വർ ഷെയ്ക്കിങ്. എൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. വിത്ത് ആങ്കർ ആൻഡ് ഹാർട്ട് ബ്രേക്ക്. ആങ്കർ എന്നാൽ ദേഷ്യം. ഹാർട്ട് ബ്രേക്ക് എന്നാൽ ഹൃദയവേദന. ദേഷ്യവും ഹൃദയവേദനയും കാരണം എൻ്റെ കൈകൾ വിറച്ചുകൊണ്ടിരുന്നു. എനിക്ക് തോന്നി. ഐ ഫെൽറ്റ് ലൈക്ക്. എനിക്കിതുപോലെ തോന്നി. ദ വുമൺ ഐ ലവ്ഡ് ഹാഡ് ബിട്രേഡ് മീ. ബിട്രേ എന്നാൽ വഞ്ചിക്കുക എന്നുള്ള അർത്ഥമാണ്. ദ വുമൺ ഐ ലവ്ഡ് എന്നാൽ ഞാൻ സ്നേഹിച്ച സ്ത്രീ എന്നെ വഞ്ചിച്ചുവെന്ന് എനിക്ക് തോന്നി. ഫൈനലി, അവസാനം. ഷീ ടുക്ക് എ ഡീപ് ബ്രെത്ത് ആൻഡ് സെഡ്. ബ്രെത്ത് എന്നാൽ ശ്വാസം. ബ്രീത്ത് എന്നാൽ ശ്വസിക്കുക. ബ്രെത്ത് എന്നാൽ ശ്വസനം. അവൾ ആഴത്തിലുള്ള ഒരു ശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു, ഡാനിയൽ, ദിസ് ഈസ് മൈ കസിൻ. കസിൻ എന്നാൽ അച്ഛൻ്റെയോ അമ്മയുടെയോ സഹോദരന്മാരുടെ സന്താനം. അച്ഛൻ്റെയോ അമ്മയുടെയോ സഹോദരൻ്റെയോ സഹോദരിയുടെയോ മകനോ മകളോ. ഡാനിയൽ, ദിസ് ഈസ് മൈ കസിൻ. ഇത് എൻ്റെ കസിനാണ്, ആദം എന്നാണ് പേര്. ഐ ഹാഡ് നെവർ മെറ്റ് ഹിം ബിഫോർ. ഞാൻ മുമ്പ് ഒരിക്കലും അവനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ബിഫോർ എന്നാൽ മുമ്പ്. ഐ ഹാഡ് നെവർ മെറ്റ് എന്നാൽ ഞാൻ ഒരിക്കലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് മൈ ഹാർട്ട്. എൻ്റെ ഹൃദയം, എൻ്റെ മനസ്സ്. റെഫ്യൂസ്ഡ് ടു ബിലീവ് ഹെർ. റെഫ്യൂസ് എന്നാൽ നിരസിക്കുക. ബിലീവ് എന്നാൽ വിശ്വസിക്കുക. അവൾ പറഞ്ഞത് വിശ്വസിക്കാൻ എൻ്റെ മനസ്സ് സമ്മതിച്ചില്ല. ഇഫ് ഹി ഈസ് യുവർ കസിൻ. ഇദ്ദേഹം നിൻ്റെ കസിൻ ആണെങ്കിൽ. ഇഫ് ഹി ഈസ്, അവൻ ആണെങ്കിൽ. യുവർ കസിൻ, ഇവൻ നിൻ്റെ കസിൻ ആണെങ്കിൽ. ഐ ആസ്ക്ഡ്. ഞാൻ ചോദിച്ചു. വൈ ഡിഡ് യു ഹൈഡ് ഹിം ഫ്രം മീ. ഹൈഡ് എന്നാൽ മറച്ചു വയ്ക്കുക, ഒളിപ്പിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഫ്രം മീ എന്നാൽ എന്നിൽ നിന്നും. നീ എന്തുകൊണ്ടാണ് അവനെ എന്നിൽ നിന്നും മറച്ചു വച്ചത്? സോഫിയ സ്ലോലി വാക്ക്ഡ് ഇൻ ടു അവർ ബെഡ്റൂം വിത്തൗട്ട് സെയിങ് അനദർ വേർഡ്. വിത്തൗട്ട് സെയിങ് അനദർ വേർഡ് എന്നാൽ മറ്റൊരു വാക്കുപോലും പറയാതെ. സ്ലോലി വാക്ക്ഡ് എന്നാൽ സാവധാനം നടന്നുപോയി.
മറ്റൊരു വാക്കുപോലും പറയാതെ സോഫിയ ഞങ്ങളുടെ റൂമിലേക്ക് പതുക്കെ നടന്നു പോയി. ഫോർ എ മൊമെൻറ്റ്, ഒരു നിമിഷത്തേക്ക്, ഐ തോട്ട്, ഞാൻ കരുതി, ഷീ വാസ് അവോയ്ഡിങ് ദ ട്രൂത്ത്. ഒരു നിമിഷം അവൾ സത്യം പറയാതെ ഒഴിഞ്ഞു മാറുകയാണെന്ന് എനിക്ക് തോന്നി. ആദം ഓപ്പൺ ദ ബോക്സ്. സോഫിയയുടെ കസിനാണെന്ന് പറഞ്ഞ ആദം പെട്ടി തുറന്നു. ആൻഡ് ഇൻസൈഡ്, അതിനകത്ത്, ഇൻസൈഡ് വാസ് എ ഹാൻഡ് മെയ്ഡ് സൈൻ ദാറ്റ് റെഡ്. ഹാൻഡ് മെയ്ഡ് എന്നാൽ കൈകൊണ്ട് നിർമ്മിച്ച, സൈൻ എന്നാൽ പ്രതീകം, അടയാളമുദ്ര, ഇതൊക്കെയാണ് അർത്ഥം. ലിപി. ആ പെട്ടിക്കകത്ത് കൈകൊണ്ട് നിർമ്മിച്ച ഒരു ലിപി ഉണ്ടായിരുന്നു. അതിൽ വായിക്കാൻ പറ്റുന്നത് ഇതാണ്: ഹാപ്പി ബർത്ത്ഡേ ഡാനിയൽ, താങ്ക് യു ഫോർ നെവർ ഗിവിങ് അപ്പ് ഓൺ അവർ ഫാമിലി. ഞങ്ങളുടെ കുടുംബത്തെ ഒരിക്കലും കൈവിടാതിരുന്നതിന് നന്ദി. നെവർ ഗിവിങ് അപ്പ് എന്നാൽ ഒരിക്കലും കൈവിടാതിരിക്കുക, ഒരിക്കലും ഉപേക്ഷിക്കാതിരിക്കുക. അവർ ഫാമിലി, ഞങ്ങളുടെ കുടുംബം. ഐ സ്റ്റുഡ് ദർ, ഞാൻ അവിടെ നിന്നു. ഇൻ കംപ്ലീറ്റ് സൈലൻസ്, പൂർണ്ണമായും മൗനം പാലിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്നു. പൂർണ്ണമായും നിശബ്ദനായിക്കൊണ്ട് ഞാൻ അവിടെ നിന്നു. സോഫിയ ബിഗാൻ ടു ക്രൈ, സോഫിയ കരയാൻ തുടങ്ങി. ആസ് ഷീ എക്സ്പ്ലെയിൻ എവരിത്തിങ്, അവൾ എല്ലാം, എക്സ്പ്ലെയിൻ എന്നാൽ വിവരിക്കുക, അവൾ എല്ലാം വിവരിച്ച സമയത്ത് അവൾ കരയാൻ തുടങ്ങി. ആദം ഹാഡ് റിട്ടേൺ, ആദം തിരിച്ചു വന്നതായിരുന്നു. ഫ്രം അനദർ കൺട്രി, മറ്റൊരു രാജ്യത്ത് നിന്ന്. ഓൺലി എ ഫ്യൂ ഡേയ്സ് ഏർലിയർ, ആദം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മറ്റൊരു രാജ്യത്ത് നിന്നും തിരിച്ചെത്തിയത്. ആൻഡ് ബിക്കോസ് ഹി വാസ് ടാലൻറ്റഡ് അറ്റ് ഡെക്കറേറ്റിംഗ് പാർട്ടീസ്. ഡെക്കറേറ്റിംഗ് എന്നാൽ അലങ്കരിക്കുന്ന എന്നുള്ള അർത്ഥമാണ്. അലങ്കരിക്കുക, അലങ്കരിക്കൽ. ടാലൻറ്റഡ് എന്നാൽ പ്രഗത്ഭനായ, കഴിവുള്ള, പ്രത്യേക വൈദഗ്ധ്യമുള്ള. പാർട്ടികൾ അലങ്കരിക്കുന്നതിൽ അദ്ദേഹം കഴിവുള്ളവനായിരുന്നു. ആദം കഴിവുള്ളവനായിരുന്നു. അതുകൊണ്ട് ഷീ ഹാഡ് ആസ്ക്ഡ്, അവൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹിം, അദ്ദേഹത്തോട്, ആദമിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ടു ഹെൽപ്പ്, സഹായിക്കാൻ വേണ്ടി. പ്രിപ്പയർ എ സർപ്രൈസ് ബർത്ത്ഡേ സെലിബ്രേഷൻ. സെലിബ്രേഷൻ എന്നാൽ ആഘോഷം. ടു ഹെൽപ്പ് പ്രിപ്പയർ, ഒരുക്കാൻ, സഹായിക്കാൻ. എ സർപ്രൈസ് ബർത്ത്ഡേ സെലിബ്രേഷൻ, ഒരു സർപ്രൈസ് ജന്മദിനാഘോഷം. പാർട്ടികൾ അലങ്കരിക്കുന്നതിൽ അവന് നല്ല കഴിവുള്ളതിനാൽ സർപ്രൈസ് ജന്മദിനാഘോഷത്തിനുള്ള ഒരുക്കങ്ങളിൽ സഹായിക്കാൻ അവൾ അവനോട് ആവശ്യപ്പെട്ടിരുന്നു. ആസ് ഐ ലുക്ക്ഡ് അറൗണ്ട് ദ റൂം, ഞാൻ റൂമിൽ ചുറ്റും നോക്കിയപ്പോൾ, ആ സമയത്ത്, ഐ ഫൈനലി നോട്ടീസ്ഡ്, ഞാൻ അവസാനം ശ്രദ്ധിച്ചു. ദ ബർത്ത്ഡേ ഡെക്കറേഷൻസ്, ഞാൻ റൂമിൽ ചുറ്റും നോക്കിയപ്പോഴാണ് അവസാനം ഞാൻ ജന്മദിനത്തിനായിട്ട് ഒരുക്കിയ അലങ്കാരങ്ങൾ ശ്രദ്ധിച്ചത്. ബർത്ത്ഡേ ഡെക്കറേഷൻസ്, ജന്മദിന അലങ്കാരങ്ങൾ. നോട്ടീസ്ഡ് എന്നാൽ ശ്രദ്ധിച്ചു, ശ്രദ്ധയിൽപ്പെട്ടു. ഫൈനലി, അവസാനം. റിബൺസ്, റാപ്പിംഗ് പേപ്പർ, കളർഫുൾ ലൈറ്റ്സ് ആൻഡ് ഡസൻസ് ഓഫ് ഫാമിലി ഫോട്ടോസ്. ദാറ്റ് ഐ ഹാഡ് ഇഗ്നോർഡ് ബിക്കോസ് ഐ ഹാഡ് അലൗഡ് ഫിയർ ടു കൺട്രോൾ മൈ മൈൻഡ്. ഐ ഹാഡ് അലൗഡ് എന്നാൽ ഞാൻ അനുവദിച്ച, ഫിയർ ടു കൺട്രോൾ മൈ മൈൻഡ്, എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ ഞാൻ അനുവദിച്ചിട്ടുണ്ടായിരുന്ന ഭയം. ഐ ഹാഡ് അലൗഡ് ഫിയർ ടു കൺട്രോൾ മൈ മൈൻഡ്. ഐ ഹാഡ് ഇഗ്നോർഡ് എന്നാൽ ഞാൻ അവഗണിച്ച, ബിക്കോസ് എന്നാൽ കാരണം. മുറിയാകെ ഞാൻ ചുറ്റും നോക്കിയപ്പോൾ ഒടുവിൽ ജന്മദിന അലങ്കാരങ്ങളും റിബണുകളും സമ്മാനം പൊതിയാനുള്ള പേപ്പറുകളും വർണ്ണാഭമായ ലൈറ്റുകളും കുടുംബത്തിൻ്റെ ഡസൻ കണക്കിന് ഫോട്ടോകളും ഞാൻ ശ്രദ്ധിച്ചു. ഭയം എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ അനുവദിച്ചതിനാൽ ഇതെല്ലാം ഞാൻ അതുവരെ കാണാതെ പോയിരുന്നു. ഐ ഹാഡ് ഇഗ്നോർഡ് എന്നാൽ ഞാൻ കാണാതെ പോയിരുന്നു എന്നുള്ള അർത്ഥമാണ്. ബിക്കോസ് കാരണം. ഐ ഹാഡ് അലൗഡ് ഞാൻ അനുവദിച്ചതുകൊണ്ട്. ഫിയർ ടു കൺട്രോൾ മൈ മൈൻഡ് ഭയത്തെ എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ അനുവദിച്ചതുകൊണ്ട്. ദ ടെറിബിൾ സ്റ്റോറി ഐ ഹാഡ് ഇമാജിൻഡ് വാസ് നെവർ റിയൽ. ഞാൻ മനസ്സിൽ സങ്കല്പിച്ച ഭയാനകമായ സംഭവം യാഥാർത്ഥ്യമല്ലായിരുന്നു. ഐ ഹാഡ് ഇമാജിൻഡ് ഇതിനർത്ഥം ഞാൻ മനസ്സിൽ സങ്കല്പിച്ച. വാസ് നെവർ റിയൽ ഒരിക്കലും യഥാർത്ഥ്യമല്ലായിരുന്നു. ടെറിബിൾ സ്റ്റോറി എന്നാൽ ഭയാനകമായ കഥ. ഐ സ്ലോലി ഞാൻ സാവധാനം. ഫെൽ ടു മൈ നീസ് ആൻഡ് അപ്പോളജൈസ് വിത്ത് ടിയേഴ്സ് ഇൻ മൈ ഐസ്. അപ്പോളജൈസ് എന്നാൽ ക്ഷമാപണം നടത്തുക. വിത്ത് ടിയേഴ്സ് ഇൻ മൈ ഐസ് കണ്ണുകളിൽ കണ്ണുനീരുമായി, കണ്ണീരോടെ ഇതാണ് അർത്ഥം. വിത്ത് ടിയേഴ്സ് ഇൻ മൈ ഐസ്. അപ്പോളജൈസ്ഡ് എന്നാൽ ക്ഷമ ചോദിച്ചു, മാപ്പ് പറഞ്ഞു. ഫെൽ ടു മൈ നീസ് ഇതിനർത്ഥം മുട്ടുകുത്തി വീണുകൊണ്ട് എന്നുള്ള അർത്ഥമാണ്.
ഞാൻ മുട്ടുകുത്തി കണ്ണുനീരോടെ അവളോട് ക്ഷമ ചോദിച്ചു. ഐ ആം സോ സോറി, എനിക്ക് മാപ്പ്. ഐ വിസ്പേർഡ്, ഞാൻ പതുക്കെ പറഞ്ഞു, ഞാൻ മന്ത്രിച്ചു. ഐ ജഡ്ജ്ഡ് യു ബിഫോർ ഐ ന്യൂ ദ ട്രൂത്ത്. ബിഫോർ ഐ ന്യൂ ദ ട്രൂത്ത് എന്നാൽ ഞാൻ സത്യം മനസ്സിലാക്കുന്നതിന് മുമ്പ്, സത്യം അറിയുന്നതിന് മുമ്പ്. ഐ ജഡ്ജ്ഡ് യു, ഞാൻ നിന്നെ വിലയിരുത്തി. ജഡ്ജ് എന്നാൽ വിലയിരുത്തുക. ജഡ്ജ്ഡ് യു, ഞാൻ നിന്നെ വിലയിരുത്തി. ഐ ജഡ്ജ്ഡ് യു, ഞാൻ നിന്നെ വിലയിരുത്തി. ബിഫോർ ഐ ന്യൂ ദ ട്രൂത്ത്, സത്യം അറിയുന്നതിന് മുമ്പ്, സത്യം മനസ്സിലാക്കുന്നതിന് മുമ്പ് ഞാൻ നിന്നെ തെറ്റായി വിലയിരുത്തി. സോഫിയ വോക്ക്ഡ് ഓവർ, സോഫിയ എൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. ഹെൽഡ് മൈ ഫേസ് ഇൻ ഹെർ ഹാൻഡ്സ്, എൻ്റെ മുഖം അവളുടെ കൈകളിൽ അവൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആൻഡ് സെഡ് സോഫ്റ്റ്ലി, പിടിച്ചുകൊണ്ട് അവൾ മൃദുവായി പറഞ്ഞു. ഐ അണ്ടർസ്റ്റാൻഡ്, എനിക്ക് മനസ്സിലാകുന്നുണ്ട്, എനിക്കറിയാം. വൈ യു വർ സ്കേർഡ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഭയപ്പെട്ടത് എന്ന് എനിക്ക് മനസ്സിലാകുന്നു. ബട്ട് എന്നാൽ, പക്ഷേ, ലവ് നീഡ്സ് ട്രസ്റ്റ്, സ്നേഹത്തിന് വിശ്വാസം കൂടിയേ തീരൂ. ഈവൻ വെൻ, ആ സമയത്ത് പോലും, ഈവൻ വെൻ തിങ്സ് ഡോണ്ട് മേക്ക് സെൻസ്, കാര്യങ്ങൾ യുക്തിസഹമല്ലെന്ന് തോന്നുന്ന സമയങ്ങളിൽ പോലും. ഈവൻ വെൻ തിങ്സ് ഡോണ്ട് മേക്ക് സെൻസ്, യുക്തിസഹമല്ലെന്ന് തോന്നുന്ന സമയങ്ങളിൽ പോലും, ഇതാണ് അർത്ഥം. ലവ് നീഡ്സ് ട്രസ്റ്റ്, സ്നേഹത്തിന് വിശ്വാസം ആവശ്യമാണ്. മേക്ക് സെൻസ് എന്നാൽ യുക്തിസഹമായിരിക്കുക എന്നുള്ള അർത്ഥം, അർത്ഥമുള്ളതായി തോന്നുക. ഈവൻ വെൻ തിങ്സ് ഡോണ്ട് മേക്ക് സെൻസ്, യുക്തിസഹമല്ലെന്ന് തോന്നുന്ന സമയങ്ങളിൽ പോലും. എല്ലാം യുക്തിസഹമല്ലെന്ന് തോന്നാത്ത സമയങ്ങളിലും സ്നേഹത്തിന് വിശ്വാസം അനിവാര്യമാണ്. ആദം സ്മൈൽഡ് ആൻഡ് സെഡ്, ആദം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. യു റിയാക്റ്റഡ് ദാറ്റ് വേ ബിക്കോസ് യു ട്രൂലി ലവ് യുവർ വൈഫ്. റിയാക്റ്റ് എന്നാൽ പ്രതികരിക്കുക. യു റിയാക്റ്റഡ് ദാറ്റ് വേ, നീ ആ രൂപത്തിൽ പ്രതികരിച്ചു. ബിക്കോസ്, കാരണം. യു ട്രൂലി ലവ് യുവർ വൈഫ്, നീ ശരിക്കും നിൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നു. ദ നെക്സ്റ്റ് ഈവനിങ്, അടുത്ത ദിവസം വൈകുന്നേരം. അവർ ഫാമിലി ആൻഡ് ക്ലോസ് ഫ്രണ്ട്സ് ഫിൽഡ് അവർ ഹോം വിത്ത് ലാഫ്റ്റർ. ലാഫ്റ്റർ എന്നാൽ ചിരി എന്നുള്ള അർത്ഥമാണ്. വിത്ത് ലാഫ്റ്റർ, മ്യൂസിക് ആൻഡ് ഹാപ്പിനെസ്. അടുത്ത ദിവസം വൈകുന്നേരം ഞങ്ങളുടെ കുടുംബാംഗങ്ങളും അടുത്ത സുഹൃത്തുക്കളും ചിരിയും സംഗീതവും സന്തോഷവും കൊണ്ട് ഞങ്ങളുടെ വീട് നിറച്ചു. ഫിൽഡ് അവർ ഹോം എന്നാൽ ഞങ്ങളുടെ വീട് നിറച്ചു. ക്ലോസ് ഫ്രണ്ട്സ്, അടുത്ത സുഹൃത്തുക്കൾ. ഫാമിലി, ബന്ധുക്കൾ. വിത്ത് ലാഫ്റ്റർ, മ്യൂസിക്, ചിരി കൊണ്ടും സംഗീതവും കൊണ്ടും. സോഫിയ ഗേവ് മീ, സോഫിയ എനിക്ക് നൽകി. ദ ഫോട്ടോ ആൽബം ഷീ ഹാഡ് സീക്രറ്റ്ലി മെയ്ഡ്. ഷീ ഹാഡ് സീക്രറ്റ്ലി മെയ്ഡ് എന്നാൽ അവൾ രഹസ്യമായി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന. സോഫിയ രഹസ്യമായി തയ്യാറാക്കിയ ഫോട്ടോ ആൽബം എനിക്ക് നൽകി. എവരി പേജ് ഷോഡ് എ ബ്യൂട്ടിഫുൾ മെമ്മറി ഫ്രം അവർ ഫസ്റ്റ് മീറ്റിംഗ്, അവർ വെഡിങ് ഡേ ആൻഡ് ഓൾ ദ ഡിഫിക്കൽട്ട് മൊമെൻറ്റ്സ് വി ഹാഡ് സർവൈവ്ഡ് ടുഗദർ. ടുഗദർ എന്നാൽ ഒരുമിച്ച്. എവരി പേജ് ഷോഡ്, ഓരോ പേജിലും കാണിച്ചിരുന്നു. അവർ ഫസ്റ്റ് മീറ്റിംഗ്, ഞങ്ങളുടെ ആദ്യ കണ്ടുമുട്ടൽ. അവർ വെഡിങ് ഡേ, ഞങ്ങളുടെ വിവാഹ ദിനം. ദ ഡിഫിക്കൽട്ട് മൊമെൻറ്റ്സ് വി ഹാഡ് സർവൈവ്ഡ് ടുഗദർ, ഞങ്ങൾ ഒരുമിച്ച് അതിജീവിച്ച പ്രയാസകരമായ നിമിഷങ്ങൾ. ഓരോ പേജിലും ഞങ്ങളുടെ ആദ്യ കണ്ടുമുട്ടൽ, വിവാഹ ദിനം, ഞങ്ങൾ ഒരുമിച്ച് അതിജീവിച്ച എല്ലാ പ്രയാസകരമായ നിമിഷങ്ങളും ഉൾക്കൊള്ളുന്ന മനോഹരമായ ഓർമ്മകളുണ്ടായിരുന്നു. ഓൺ ദ ലാസ്റ്റ് പേജ് ഷീ ഹാഡ് റിട്ടൺ, അവസാനത്തെ പേജിൽ അവൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഷീ ഹാഡ് റിട്ടൺ, അവൾ എഴുതിയിട്ടുണ്ടായിരുന്നു. നോ മാറ്റർ ഹൗ ഹാർഡ് ലൈഫ് ബിക്കംസ്, ജീവിതം എത്രമാത്രം ബുദ്ധിമുട്ടുള്ളതായി തീർന്നാലും. ഐ വിൽ ഓൾവേസ് ചൂസ് യു, ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും, ഞാൻ നിന്നെ തിരഞ്ഞെടുക്കും. അവസാന പേജിൽ അവൾ ഇങ്ങനെ എഴുതിയിരുന്നു. ജീവിതം എത്ര പ്രയാസകരമായിരുന്നാലും ഞാൻ എന്നും നിന്നെയാണ് തിരഞ്ഞെടുക്കുക. ഐ കുഡ് നോ ലോങ്ങർ ഹോൾഡ് ബാക്ക് മൈ ടീയേഴ്സ്, എൻ്റെ കണ്ണുനീർ എനിക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. ഐ ഹഗ്ഡ് ഹെർ ടൈറ്റ്ലി ആൻഡ് താങ്ക്ഡ് ഗോഡ് ദാറ്റ് ഐ ഹാഡ് ലിസൺഡ് ബിഫോർ വാക്കിംഗ് അവേ ഫോർ എവർ. ഹഗ്ഡ് ഹെർ ടൈറ്റ്ലി, ഇതിനർത്ഥം അവളെ മുറുകെ ചേർത്ത് പിടിച്ചു. താങ്ക്ഡ് ഗോഡ്, ദൈവത്തോട് നന്ദി പറഞ്ഞു. ഐ ഹാഡ് ലിസൺഡ്, ഞാൻ കേട്ടിരുന്നു, ഞാൻ ശ്രദ്ധിച്ചു കേട്ടിരുന്നു. ബിഫോർ വാക്കിംഗ് അവേ ഫോർ എവർ, എന്നേക്കുമായി വിട്ടുപോകുന്നതിന് മുമ്പ്. ഫോർ എവർ എന്നാൽ എന്നേക്കുമായി. ബിഫോർ വാക്കിംഗ് അവേ എന്നാൽ വിട്ടുപോകുന്നതിന് മുമ്പ്. ഞാൻ അവളെ ശക്തമായി ആലിംഗനം ചെയ്തു. എന്നേക്കുമായി അവളെ ഞാൻ വിട്ടുപോകുന്നതിന് മുമ്പ് അവളുടെ വാക്കുകൾ ഞാൻ കേട്ടതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞു.
ദാറ്റ് ഡേ ആ ദിവസം ചേഞ്ച്ഡ് മൈ ലൈഫ് ആ ദിവസം എൻ്റെ ജീവിതം മാറ്റിമറിച്ചു. ഐ ലേൺഡ് ദാറ്റ് ഞാൻ പഠിച്ചു. അവർ ഐസ് നമ്മുടെ കണ്ണുകൾ ഡു നോട്ട് ഓൾവേസ് ഷോ അസ് ദ ഹോൾ ട്രൂത്ത്. ഐ ലേൺഡ് ദാറ്റ് ഞാൻ മനസ്സിലാക്കി, ഞാൻ പഠിച്ചു. അവർ ഐസ് നമ്മുടെ കണ്ണുകൾ ഡു നോട്ട് ഓൾവേസ് ഷോ അസ് എല്ലായ്പ്പോഴും നമ്മളെ കാണിക്കുന്നില്ല ദ ഹോൾ ട്രൂത്ത് മുഴുവൻ സത്യവും. നമ്മുടെ കണ്ണുകൾ എല്ലായ്പ്പോഴും മുഴുവൻ സത്യവും നമുക്ക് കാണിച്ചു തരുന്നില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. ആൻഡ് അവർ ഫിയേഴ്സ് ക്യാൻ ക്രിയേറ്റ് സ്റ്റോറീസ് ദാറ്റ് ആർ നോട്ട് റിയൽ. അവർ ഫിയേഴ്സ് നമ്മുടെ ഭയങ്ങൾ ക്യാൻ ക്രിയേറ്റ് സൃഷ്ടിക്കാൻ ഇടയാക്കും. നമ്മുടെ ഭയങ്ങൾക്ക് സാധിക്കും. ഇതൊക്കെയാണ് അർത്ഥം. സ്റ്റോറീസ് കഥകൾ ദാറ്റ് ആർ നോട്ട് റിയൽ യഥാർത്ഥമല്ലാത്ത സത്യമല്ലാത്ത. നമ്മുടെ ഭയങ്ങൾ യഥാർത്ഥമല്ലാത്ത കഥകൾ സൃഷ്ടിച്ചേക്കാം. ട്രസ്റ്റ് വിശ്വാസം, പേഷ്യൻസ് ക്ഷമ, ആൻഡ് ഓണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ സത്യസന്ധമായ ആശയവിനിമയം. ആർ സ്ട്രോങ്ങർ ദാൻ സസ്പിഷൻ എന്നാൽ സംശയം. വിശ്വാസവും ക്ഷമയും സത്യസന്ധമായ ആശയവിനിമയവും സംശയത്തേക്കാൾ ശക്തമാണ്. സിൻസ് ദാറ്റ് ഡേ ആ ദിവസം മുതൽ തൊട്ട് സോഫിയ ആൻഡ് ഐ പ്രോമിസ്ഡ് നെവർ ടു ഹൈഡ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഫ്രം ഈച്ച് അതർ ഈവൻ ഹാപ്പി സർപ്രൈസസ്. സിൻസ് ദാറ്റ് ഡേ ആ ദിവസം മുതൽ തൊട്ട് എന്നുള്ള അർത്ഥമാണ്. ഹാവ് പ്രോമിസ്ഡ് എന്നാൽ വാഗ്ദാനം ചെയ്തു. നെവർ ടു ഹൈഡ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഫ്രം ഈച്ച് അതർ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരസ്പരം ഒരിക്കലും മറച്ചു വയ്ക്കില്ലെന്ന്. ഈവൻ ഹാപ്പി സർപ്രൈസസ് സന്തോഷകരമായ സർപ്രൈസുകൾ പോലും. അന്നു മുതൽ സോഫിയയും ഞാനും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സന്തോഷകരമായ സർപ്രൈസുകൾ പോലും പരസ്പരം മറച്ചു വയ്ക്കില്ലെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്തു. ഞങ്ങൾ ഇരുവരും തീരുമാനിച്ചു. അവർ മാരേജ് ഞങ്ങളുടെ വിവാഹം ബിക്കെയിം സ്ട്രോങ്ങർ ദാൻ എവർ ബിഫോർ. അവർ മാരേജ് ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം ഞങ്ങളുടെ വിവാഹബന്ധം ബിക്കെയിം സ്ട്രോങ്ങർ കൂടുതൽ ദൃഢമായി കൂടുതൽ ശക്തമായി ദാൻ എവർ ബിഫോർ മുമ്പത്തെക്കാളും എന്നത്തേക്കാളും. ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം മുമ്പത്തേക്കാൾ കൂടുതൽ ശക്തമായി. എവറി ടൈം ഐ ലുക്ക് അറ്റ് ദാറ്റ് ബർത്ത്ഡേ ആൽബം ഐ റിമെമ്പർ വൺ അൺഫോർഗറ്റബിൾ ലെസൺ. എവറി ടൈം ഓരോ തവണയും കാണുമ്പോൾ ഐ ലുക്ക് അറ്റ് ഞാൻ നോക്കുന്ന സമയത്ത് ദാറ്റ് ബർത്ത്ഡേ ആൽബം ആ ജന്മദിന ആൽബം ഐ റിമെമ്പർ ഞാൻ ഓർമ്മിക്കുന്നു വൺ അൺഫോർഗറ്റബിൾ ലെസൺ. അൺഫോർഗറ്റബിൾ എന്നാൽ മറക്കാനാവാത്ത എന്നുള്ള അർത്ഥമാണ്. മറക്കാനാവാത്ത ഒരു പാഠം, ജീവിതത്തിലൊരു വിലപ്പെട്ട ഒരു പാഠം. ആ ജന്മദിന ആൽബം കാണുമ്പോഴെല്ലാം ഞാൻ മറക്കാനാവാത്ത ഒരു പാഠം ഓർമ്മിക്കുന്നു. നെവർ ലെറ്റ് ഒരിക്കലും അനുവദിക്കരുത്. നെവർ ലെറ്റ് ഫിയർ മേക്ക് യുവർ ഡിസിഷൻസ് എന്നാൽ തീരുമാനങ്ങൾ. ലെറ്റ് എന്നാൽ അനുവദിക്കുക, ഫിയർ എന്നാൽ ഭയം. ഒരിക്കലും ഭയത്തെ നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കാൻ അനുവദിക്കരുത്. ബിക്കോസ് ദ ട്രൂത്ത് ക്യാൻ സേവ് എ ലവ് ദാറ്റ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഓൾമോസ്റ്റ് ഡിസ്ട്രോയിഡ്. നെവർ ലെറ്റ് ഫിയർ മേക്ക് യുവർ ഡിസിഷൻസ് ഭയം നിങ്ങളുടെ തീരുമാനങ്ങളെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. ദ ട്രൂത്ത് ക്യാൻ സേവ് എ ലവ് സത്യത്തിന് ഒരു സ്നേഹത്തെ സംരക്ഷിക്കാൻ സാധിക്കും. മിസ്അണ്ടർസ്റ്റാൻഡിങ് ഓൾമോസ്റ്റ് ഡിസ്ട്രോയ് എന്നാൽ നശിപ്പിക്കുക. തെറ്റിദ്ധാരണ ഏതാണ്ട് നശിപ്പിച്ച അതാണ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഓൾമോസ്റ്റ് ഡിസ്ട്രോയിഡ്. ഒരിക്കലും ഭയത്തെ നിങ്ങളുടെ തീരുമാനങ്ങളെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. കാരണം തെറ്റിദ്ധാരണ ഏതാണ്ട് നശിപ്പിച്ച ഒരു സ്നേഹത്തെ സത്യത്തിന് സംരക്ഷിക്കാൻ സാധിക്കും. ഭയത്തിന് തെറ്റായിട്ടുള്ള വിശ്വാസങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. എന്നാൽ സത്യസന്ധമായ രീതിയിലുള്ള ആശയവിനിമയത്തിന് ബന്ധങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കും.